അങ്ങനെ കൃഷി കൺമണിക്ക് വേണ്ടി വാക്ക് പാലിച്ചിരിക്കുകയാണ്. മണിയനെ അടിച്ച് തൂഫാനാക്കിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന കരീം സാഹിബ് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. നീ കൃഷ്ണന്റെ കാര്യം ഓർത്തൊന്നും പേടിക്കേണ്ട, കൃഷ്ണന്റെ കൂടെ ഞങ്ങളും മണിയനെ തേടി പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കരീം സാഹിബിന്റെ ഒരു കോൾ വരികയാണ്. ദേവ്ജിയാണ് വിളിക്കുന്നത്. തുറന്ന് കരീം സാഹിബ് ഒന്ന് മടിച്ചിട്ടാണ് ആ ഫോൺ എടുക്കുന്നത്. തുറന്ന് ഫോൺ എടുത്ത ശേഷം ദേവ്ജി പിന്നെ കരീം സാഹിബിനോട്, കരീം സാഹിബ് അവിടെ എന്താണ് വിശേഷം, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കരീം സാഹിബ് ഇവിടെ കാര്യങ്ങൾ അത്രയ്ക്കും റൈറ്റ് അല്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ഞെട്ടുകയാണ്. അവിടെ എന്ത് പറ്റി, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കരീം സാഹിബുള്ള കാര്യം പറയുകയാണ്. കൺമണിയുടെ കഴുത്തിൽ കൃഷി കെട്ടിയ താലി ആ മണിയൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ പൊട്ടിച്ചു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കരീം സാഹിബിനോട്, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരും, ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് കരീം സാഹിബ് പിന്നെ കൺമണിയോടും കൃഷ്ണനോടും, ദേവ്ജിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ദേവ്ജിക്ക് നിങ്ങളെ അത്ര കാര്യമാണ്, ദേവ്ജി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമെന്ന് പറയുകയാണ്. തുടർന്ന് കരീം സാഹിബ് പിന്നെ കൃഷ്ണി ജബ്ബാറിനെയും ഷുക്കൂറിനെയൊക്കെ വിളിക്കുകയാണ്. എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. കൃഷ് സാർ, ഞാൻ പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് മണിയനെ ജീവനോടെ തന്നെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. സാർ ഒറ്റയടിക്ക് മണിയനെ കൊന്നുകളയരുത്, എനിക്ക് മണിയനെ ജീവനോടെ എൻ്റെ കൺമുമ്പിൽ കിട്ടണമെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി കൺമണിക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ കൺമണിയുടെ മുമ്പിൽ മണിയനെ എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിക്ക് വാക്ക് കൊടുത്തുകൊണ്ട് കരീം സാഹിബിന്റെ കൂടെ കൃഷി അവിടുന്ന് പോവുകയാണ്. തുറന്നു കാണിക്കുന്ന വരുണാണ്. വരുൺ ജയിലിലുള്ള മറ്റൊരു സഹതടവുകാരനുമായിട്ട് വഴക്കടിക്കുകയാണ്. എടാ വൃത്തികെട്ടവനെ, എനിക്ക് ജയിലിൽ ചാടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്നാൽ ഈ സമയത്ത് വരുണിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അനിരുദ്ധുണ്ട്. അനിരുദ്ധിന് ഇതെല്ലാം കേട്ട് വരുണ അടിക്കാനുള്ള ദേഷ്യം വന്ന് നിൽക്കുകയാണ്. തുടർന്ന് ആ സഹതടവുകാരൻ വരുണിന്റെ കാഴ്ചന് കുത്തിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സഹദേവൻ വരികയാണ്. തുടർന്ന് സഹദേവൻ അവരെ പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് സഹദേവൻ പിന്നെ വരുണോടാണ് ദേഷ്യപ്പെടുന്നത്. സുമിത്ര മേഡത്തിന്റെ ആളുകളായതുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കുന്നത്. തുടർന്ന് അനിരുദ്ധം ഉണ്ടായ കാര്യം സഹദേവനോട് പറയുകയാണ്. ഇവൻ ആ സഹതടവുകാരനോട് ജയിൽ എങ്ങനെ ചാടണമെന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ അത് കേട്ട് സഹദേവന് ദേഷ്യം വരികയാണ്. ഇതിപ്പോൾ എന്നോട് പറഞ്ഞത് ശരി, വേറെ വല്ലവരോടുമാണ് പറഞ്ഞതെങ്കിൽ ആ കേസും കൂടി തന്റെ തലയിലാകുമെന്ന് പറയുകയാണ്. വരുണോട് നല്ല ദേഷ്യത്തിൽ സഹദേവൻ. തുടർന്ന് സഹദേവൻ പിന്നെ വരുണോട്, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് വരുണോട് ഒരു സന്തോഷകാര്യം പറയാൻ വേണ്ടിയാണ്. അറിയാലോ, സുമിത്ര മേഡം ആണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. സുമിത്ര മേഡം നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു കാര്യം ചെയ്ത് തീർത്തിരിക്കുകയാണ്. പൊന്നുമേട്ടിലുള്ള കൺമണിയുടെ കഴുത്തിലെ കൃഷി കെട്ടിയ താലി പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, വെറുതെ കൺമണിയെ ചൊറിയാൻ പോയിട്ട് കൃഷിന്റെ കയ്യിൽ നിന്ന് വെറുതെ അടി വാങ്ങണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ദേഷ്യം വരികയാണ്. തുടർന്ന് വരുൺ പിന്നെ അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. അത് ശരി, നീ ഇപ്പോൾ അവരുടെ സൈഡായോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ്. അന്ന് ഡ്രഗ്സിന്റെ കാര്യം ഞാൻ നിന്നോടും മാനസിയോടും പറഞ്ഞതാണ്, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്. എൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങൾ രണ്ടുപേരും ഓരോ മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങൾക്കൊപ്പം ഈ ജയിലിൽ കിടക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, കൺമണിയും കൃഷ്ണയും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ കൃഷിന്റെ കയ്യിൽ നിന്ന് ഇടി കൊണ്ട് ചാകുമെന്ന് പറയുകയാണ്. ഇപ്പോൾ കൺമണിയുടെ കഴുത്തിലുള്ള താലി ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കൃഷി പിന്നാലെ വന്ന പണി തന്നിരിക്കുമെന്ന് പറയുകയാണ് അനിരുദ്ധ്. എന്നാൽ അത് കേട്ട് സഹദേവൻ പിന്നെ അനിരുദ്ധിനോട്, ഒന്നും ഉണ്ടാകില്ല, ഇത് ചെയ്തിരിക്കുന്നത് സുമിത്ര മേഡം പറഞ്ഞിട്ടാണ്, സുമിത്ര മേഡത്തിന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ ഒന്ന് കളിയാക്കി ചിരിക്കുകയാണ്. നിന്റെ സുമിത്ര മേഡം ഒരു ഭൂലോക തോൽവിയാണ്. സുമിത്ര മേഡം എന്തിനാണ് ജയിലിൽ പോയി കിടന്നതെന്ന് നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. കൺമണിയും കൃഷ്ണയും ഒന്നും ചെയ്യാൻ നിന്റെ സുമിത്ര മേഡത്തിന് സാധിക്കില്ല എന്ന് പറയുകയാണ്. സുമിത്ര മേഡത്തിന് ജീവൻ ബാക്കി വേണമെങ്കിൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാൻ പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് സഹദേവന് പേടിയാവുകയാണ്. ഇനി അനിരുദ്ധ പറഞ്ഞ പോലെ കൃഷും കൺമണിയും തന്നെ തേടി തനിക്ക് വല്ല പണി തരുമോ എന്ന് ഓർത്ത് ഇങ്ങനെ സഹദേവൻ പേടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് അനിരുദ്ധം സഹദേവനും അവിടെ നിന്ന് പോയ ശേഷം വരുൺ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്തായാലും കൺമണിയുടെ കഴുത്തിലെ താലി പൊട്ടിച്ചിരിക്കുകയാണ്, ഇനി എനിക്ക് എന്തായാലും കൺമണിയെ സുഖമായിട്ട് കല്യാണം കഴിക്കാമല്ലോ. അങ്ങനെ വലിയ വലിയ ചിന്തകളുമായിട്ട് നിൽക്കുകയാണ് വരുൺ. തുറന്ന് കാണിക്കുന്ന കൃഷും കരീം സാഹിബും അയ്യപ്പന്റെയും വാസുകിയുടെയും മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ഇങ്ങനെ സംഘം ചേർന്ന് നിൽക്കുകയാണ്. തുടർന്ന് കൃഷ് കരീം സാഹിബിനെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വാസുകിയും അയ്യപ്പനെയും കരീം സാഹിബിനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ മണിയനെ പിടിക്കാനുള്ള തന്ത്രം ഒരുക്കി നിൽക്കുകയാണ്.
കാണിക്കുന്ന സാഗർ സുജാതയും കൃപയുമാണ്. 3 പേര് കൃഷ്ണനെക്കുറിച്ചും കൺമണിയെക്കുറിച്ചും യാതൊരു വിവരമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ബലരാമനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, കൃഷ്ണനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ ആ 3 പേരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൃപ തന്റെ ഫോണിൽ നിന്ന് കൺമണിയെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃപയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേണലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ ഫോൺ എടുത്താൽ ശരിയാകില്ല, ഞാൻ ഫോൺ എടുത്താൽ ക്രിസ് സാർ എവിടെയാണെന്ന് ചോദിക്കും, പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവരോട് പറയേണ്ടി വരും, ഞാൻ ഫോൺ എടുക്കില്ല എന്ന് പറയുമ്പോൾ കേണൽ കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. നീ ധൈര്യമായിട്ട് ഫോൺ എടുക്കാൻ പറയുകയാണ്. തുടർന്ന് കൺമണി ഫോൺ എടുക്കുകയാണ്. തുടർന്ന് ഫോൺ എടുത്ത ശേഷം കൃപയാണ് കൺമണിയോട് സംസാരിക്കുന്നത്. അത് ശരി, പൊഞ്ഞുമ്പട്ടിലേക്ക് പോയിട്ട് ഞങ്ങളെയൊന്നും ഒരു മൈൻഡില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും അവിടെ അടിച്ചു പൊളിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ഒന്നും തന്നെ മിണ്ടുന്നില്ല. തുടർന്ന് സാഗർ പിന്നെ കൺമണിയോട് നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, എത്താറായോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ സുജാതയെ கொஞ்சം എട്ടി നിൽക്കുകയാണ്. അതെന്ത് പറ്റി, എന്താണ് ഇതുവരെയായിട്ട് പുറപ്പെടാത്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണിക്ക് അതിനുള്ള ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. തുടർന്ന് കേണൽ കൺമണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കേണലാണ് സംസാരിക്കുന്നത്. എന്തായാലും കൃഷിയും കൺമണിയും കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ, ഞാൻ അതൊക്കെ അറിഞ്ഞു, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവർക്ക് ഇവിടെ ഒരു ചെറിയ പാർട്ടി കൊടുക്കാമെന്ന് ഞാൻ കരുതി, അതുകൊണ്ട് രണ്ടുപേരും ഇന്ന് വരുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിനും കൃപയ്ക്കും സന്തോഷമാവുകയാണ്. അതേ സമയത്ത് സുജാത ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. തുടർന്ന് സാഗർ കുഴപ്പമില്ല, അവർ രണ്ടുപേരും നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ഫോൺ വെക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ട് സാഗർ പിന്നെ സുജാതയോട് എന്തുപറ്റി സുജാത, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുജാത ബലരാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കൃഷ്ണനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്ക് എന്തോ പോലെ എന്നൊക്കെ പറയുമ്പോൾ സാഗർ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണിയെ കേണൽ സാറ് ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയാകെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ താലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല കേണൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ്. ദേവ്ജിയെ കാണുമ്പോൾ തന്നെ കൺമണിക്ക് ഒരു ആശ്വാസമാവുകയാണ്. തുടർന്ന് ദേവ്ജി വന്നിട്ട് കൺമണിയുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുകയാണ്, കൺമണി ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന വീണ്ടും കൃഷ്ണയും കരീം സാഹിബിനെയും നാട്ടുകാരിയുമാണ്. അവർ നാട് മുഴുവൻ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മണിന് വേണ്ടി തേടി ഇറങ്ങിയിരിക്കുകയാണ്. ചുറ്റുപാടും എല്ലായിടത്തും നോക്കുകയാണ്. അങ്ങനെ കൃഷി പരിസരത്തെല്ലാം നോക്കുകയാണ്, ആ കാട്ടിലും മലയിലും എല്ലാം നോക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി അവിടെ ഒരു വെള്ളം കുപ്പി താഴെ കാണുകയാണ്. തുടർന്ന് കൃഷി ആ വെള്ളം കുപ്പി എടുക്കുകയാണ്. ഇത് പുതിയ വെള്ളം കുപ്പിയാണ്, ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് മണിയനാണോ എന്ന് അറിയില്ല എന്ന് പറയുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മളിങ്ങനെ എല്ലാവരും ഒന്നിച്ചേ പോയി നോക്കിയാൽ ശരിയാകില്ല, ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി നോക്കുന്നതായിരിക്കും നല്ലത്, ഒരുമിച്ച് നോക്കിയാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ഷീലയാണ്. രാത്രി കൺമണി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഷീല കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൺമണിയോട് കൺമണി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, മണിയനെ കിട്ടിയോ താലി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി ഇതുവരെയായിട്ടും ആരും എന്നെ വിളിച്ചില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും ഷീലയോട് ആ താലിയെ കുറിച്ച് പറയുകയാണ്. ആ താലി കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറയുകയാണ്, ആ താലി ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷീല കൺമണി ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കൺമണിയോട് കൺമണി ഇങ്ങനെ വിഷമിക്കാതെ ആ താലി കിട്ടിയില്ലെങ്കിൽ കൺമണി ഒരു ജ്വല്ലറിയിൽ പോയിട്ട് മറ്റൊരു താലി വാങ്ങി കഴുത്തിലിടണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ടപാടെ കൺമണി ഒരു നിമിഷം നാഗവല്ലിയായി മാറുകയാണ്. കൺമണി നല്ല ദേഷ്യം ചാടി എഴുന്നേറ്റ് പിന്നെ ഷീലയോട് ദേഷ്യപ്പെടുകയാണ്. എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഷീലയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. ഷീലേച്ചിയുടെ കഴുത്തിലുള്ള താലി കളഞ്ഞു പോയാൽ ഷീലേച്ചിക്ക് വിഷമമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ താലിക്ക് അത്ര വരെയാണോ ഷീലേച്ചി കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഷീല കിളി പോയി നിൽക്കുകയാണ്. തുടർന്ന് ഷീല പിന്നെ കൺമണിയുടെ അടുത്ത് പോയിട്ട് സോപ്പിടാൻ നിൽക്കുകയാണ്. അയ്യോ കൺമണി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ കൺമണിയെ ഒന്ന് ആശ്വസിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണെന്ന് പറയുകയാണ്. എന്നാലും കൺമണി നീ ഇങ്ങനെ ചൂടാവരുത്, ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി, നീ ഒരു നിമിഷം നാഗവല്ലിയെ പോലെയാണ് ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടത്. എന്നാൽ അത് കേട്ട് കൺമണി എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് ആ താലി കിട്ടാതെ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഷീല ചിന്തിക്കുന്ന ഈ താലിക്ക് ഇത്രയ്ക്ക് മൂല്യം ഉണ്ടായിരുന്നു എന്നാണ്. തുറന്നു കാണിക്കുന്ന കൃഷ കാട്ടിൽ രാത്രി എല്ലായിടത്തും അരിച്ചു പറക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മണിയൻ അവിടെ ഒരു മരത്തിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്, പതിയിരിക്കുകയാണ്. ഈ സമയത്ത് കൃഷ മണിയന് ചുറ്റുമുള്ള മരത്തിന്റെ ചുറ്റുമെല്ലാം നോക്കുകയാണ്, പക്ഷെ മണിയനെ മാത്രം കാണുന്നില്ല. തുറന്ന് കൃഷ അവിടെ നിന്ന് നടന്ന് തിരിച്ചു പോകുന്ന സമയത്ത് മണിയൻ കൃഷ് സാർ എന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ഈ സമയത്ത് ഒരാൾ ഇറങ്ങി ഓടുന്നത് കൃഷി കാണുകയാണ്. അത് കാണുമ്പോൾ തന്നെ കൃഷ്ണ കാര്യം മനസ്സിലായിരിക്കുകയാണ്, ഇത് മണിയനാണെന്ന് കൃഷ്ണ മനസ്സിലായിരിക്കുകയാണ്. തുറന്ന് കൃഷി വേഗം തന്നെ ഒച്ചയും ബഹളം വയ്ക്കുകയാണ്. കരീം സാഹിബെ, അയ്യപ്പ, വാസുകി, ഇതേ മണിയൻ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ മണിയന്റെ പുറകെ ഓടി ചെല്ലുകയാണ്. തുറന്നു കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഈശ്വരനെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആ താലി തിരിച്ചു തരണം ഈശ്വര, എനിക്ക് ആ താലി തിരികെ കിട്ടണം, മറ്റൊരു സൗഭാഗ്യവും എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, ആ താലി എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ്. കൺമണി പ്രാർത്ഥിക്കുന്ന നല്ല ദേവ്ജി കേട്ടിരിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്.
കൺമണി പേടിക്കേണ്ട, കൺമണിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും, കൺമണിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാൻ ഞാനും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ദേവ്ജി കൺമണി ആശ്വസിപ്പിക്കുകയാണ്. തുറന്നു കാണിക്കുന്നത് വീണ്ടും കൃഷ്ണയാണ്. കൃഷ്ണും മണിയനും വീണ്ടും ഒളിച്ചു കളിക്കുകയാണ്. മണിയൻ വീണ്ടും ഒരു മരത്തിന്റെ സൈഡിൽ പോയി ഒളിക്കുകയാണ്. തുടർന്ന് കൃഷ് അതിന് ചുറ്റും വീണ്ടും നോക്കുകയാണ്. പക്ഷെ മണിയനെ കിട്ടുന്നില്ല. എന്നാൽ ഈ സമയത്ത് കൃഷ് അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് മണിയൻ വീണ്ടും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് മണിയനെ വീണ്ടും കാണുകയാണ്. തുടർന്ന് കൃഷ് വീണ്ടും മണിയന്റെ പുറകെ തന്നെ ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ കുറെ ദൂരം ഓടിയ ശേഷം കൃഷ് മണിയന്റെ പുറകെ ഓടിച്ചെന്ന് മണിയനെ അടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ കൃഷ് മണിയനെ പിടികൂടിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കരീം സാഹിബും ബാക്കി എല്ലാവരും നാട്ടുകാരെല്ലാവരും എത്തിയിരിക്കുകയാണ്. തുറന്ന കൃഷ് മണിയനെ വട്ടം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് ഷുക്കൂറും ജബ്ബാറും ചേർന്ന് മണിയന്റെ കൈയെല്ലാം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മണിയൻ ശരിക്കും ട്രാപ്പിലായിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വാസിക്ക് വന്നിട്ട് മണിയന്റെ മുഖത്തിട്ട് ആദ്യം തന്നെ ഒരു അടിയാണ്. നീ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ഞങ്ങൾ നാട്ടുകാരുടെ രാജാവിനെയും റാണിയുമാണെന്ന് പറയുകയാണ്. ഈ നാട്ടിലുള്ളവരുടെ വിശപ്പടക്കിയവരാണ് കൃഷ്സാറും കൺമണിയും. അവരെയാണ് നീ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാസുകി മണിയനിട്ട് അടിയോടടിയാണ്. എന്നാൽ അത് കണ്ട് കരീം സാഹിബ് പിന്നെ വാസുകി അഭിനന്ദിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ മണിയന്റെ വായിൽ പല്ലെല്ലാം ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്ണനോട് കരീം സാഹിബ് ആ മണിയന്റെ പോക്കറ്റിൽ നിന്ന് കൺമണിയുടെ കാഴ്ചയിലുള്ള താരി എടുക്കാൻ പറയുകയാണ്. തുറന്ന് കൃഷ് മണിയന്റെ പോക്കറ്റിലെല്ലാം കൈയിട്ട് നോക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.